ഹായ് ഫ്രണ്ട്സ്, പാറൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ ചെമ്മീൻ ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പം ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കിലോ ചെമ്മീനാണെന്നുള്ളത്. വലിയ ചെമ്മീനാണ്, നമ്മൾ ബിരിയാണിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തലയും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടാണ് ഇപ്പം കറി വെക്കാൻ പോകുന്നത്. പിന്നെ ഇതിലങ്ങനെ വഴറ്റിലോ പിടിക്കലോ കാര്യമൊന്നുമില്ല, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം കൂടി ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ തന്നെ അരിയണമെന്നൊന്നുമില്ല, നമുക്ക് സ്ക്വയറായിട്ട് വേണ്ടിക്കലും അരിഞ്ഞിടാം. പിന്നെ ഒരു പകുതി സവാള, അതും നീളത്തിലരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഇത് സാധാ മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് എത്ര എരിവ് വേണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും ജീരകവും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങേൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം. ഇത് വാളൻ പുളിയാണ്, കുടംപുളി വേണ്ടിക്കലും ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കറീൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നമ്മൾ ചെമ്മീൻ മുറിച്ച് വൃത്തിയാക്കിയപ്പോൾ തന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇപ്പം ഞാനിതിൽ ചേർത്തിട്ടില്ല. നമുക്കിതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കറി വെക്കുന്നതൊന്നുമല്ല. കറി വെക്കുമ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് മീൻ കറി വെക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കറിയെല്ലാം നല്ല തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പും എരിവും നോക്കിയിട്ട് വേണ്ടിക്കൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകി നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചെമ്മീൻ കറി അയിലക്കറിയെല്ലാം വെക്കുമ്പോൾ നമ്മൾ കടുക് വറുത്തിട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കടുകും കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയിൽ കാണാം. ബായ്.